നമസ്കാരം സുഹൃത്തുക്കളെ, LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടോ. 2021 to 26 ക്വസ്റ്റ്യൻ പേപ്പർ വരെയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ LGS ലെവലിൽ നടത്തിയിട്ടുള്ള പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 68/22. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? അപ്പൊ നമ്മളിപ്പോ 2021 നോക്കണ്ട, പക്ഷെ ഈ കൃതി ആരുടേതാണെന്ന് നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജോർജ് ഓണക്കൂറിന്റെ കൃതിയാണ് ഇത് ഹൃദയരാഗങ്ങൾ. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ജോർജ് ഓണക്കൂറിന്റെ കൃതിയാണ് ഏത്? ഹൃദയരാഗങ്ങൾ. അപ്പൊ നമ്മൾക്ക് ഇവിടെ ചോദ്യം വന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് അല്ലെ. പഠിച്ചു വെച്ചോളണം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളിയാണ് കെ ജയകുമാർ. കെ ജയകുമാറിന്റെ ഏതാണ്? പിങ്കള കേശിനിക്കാണ് കേട്ടോ. പോയട്രി കെ ജയകുമാറിന്റെ പിങ്കള കേശിനി. എന്താണ്? പിങ്കള കേശിനി ആരുടേതാണ്? കെ ജയകുമാറിന്റേതാണ്. മലയാളി. ഇവിടെ ചോദിച്ചത് മലയാളി ഏത് 2000 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു? ജോർജ് ഓണക്കൂർ ഹൃദയരാഗങ്ങൾ. അപ്പൊ നമുക്ക് അതേപോലെ 2025 N പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന നോവലിനാണ് കേട്ടോ. അപ്പൊ 2024 25 പഠിച്ചു വെക്കുക. കെ ജയകുമാറിന്റെ പിങ്കള കേശിനിക്ക് 24 25 N പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന നോവൽ. ചിലപ്പോ ഇങ്ങനെ ചോദ്യം വരാം. N പ്രഭാകരൻ എഴുതിയ ഏത് കൃതിക്കാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ഏതുണ്ടാകണം? മായാമനുഷ്യർ ഉണ്ടാകും കേട്ടോ. ഇനി നോക്ക്, ഇവിടെ 2021 ദ്രോണാചാര്യ അവാർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലിപ്പോ ഔസേപ്പിനാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. എന്നാൽ ഇവിടെ ദ്രോണാചാര്യ അവാർഡ് നോക്കിക്കേ, 2024 ദീപാളി ദേശ്പാണ്ഡെക്ക് ഷൂട്ടിംഗ് വിഭാഗത്തിലും സന്ദീപ് സാങ്വാറിന് ഹോക്കി വിഭാഗത്തിലും സുഭാഷ് റാണയ്ക്ക് പാരാഷൂട്ടിംഗ് വിഭാഗത്തിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദീപാളി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ്, സന്ദീപ് സാങ്വാൻ ഹോക്കി, സുഭാഷ് റാണ പാരാഷൂട്ടിംഗ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ്? ജഡായു പാറയാണ് അല്ലെ. ജഡായു പാറ അല്ലെ, നമ്മുടെ കേരളത്തിലുള്ളതാണ്. കേരളത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ജഡായു. ലോകത്ത് ആദ്യമായിട്ട് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം, അതും നമ്മുടെ കേരളത്തിന് സ്വന്തമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്നത്. രണ്ടും ലോകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിലൊക്കെ നമ്മുടെ കേരളത്തിന് തന്നെയാണ് ക്രെഡിറ്റ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? ഇപ്പൊ സജി ചെറിയാനാണ്. കഴിഞ്ഞു, മന്ത്രിസഭ കഴിഞ്ഞു അല്ലെ. മന്ത്രിസഭ കഴിഞ്ഞു. ഇനി പുതിയത് ആരാന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം ഇതിൽ സജി ചെറിയാനാണ്. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആളുടെ പേര് നമുക്ക് ആലോചിക്കാനേ വയ്യ അല്ലെ. നമ്മളെ ഇട്ട് കുരുക്കിയ ഒരാള് അല്ലെ. ഇപ്പൊ ആരാണ്? ബൈജു അല്ലെ. ഇപ്പൊ ആരാണ്? ബൈജു ആണ്. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റ് രൂപീകരിച്ചത്? എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചിട്ടാണ്? 13 ജില്ലാ സഹകരണ ബാങ്കുകളെ യോജിപ്പിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്. നമ്മുടെ 14 ജില്ലയല്ലേ. 13 സഹകരണ ബാങ്കുകൾ യോജിച്ചു. മലപ്പുറം വിട്ടുനിന്നു, പക്ഷെ ഇപ്പൊ മലപ്പുറം യോജിച്ചു. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? അന്ന് നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് അന്ന ബെന്നിന് ലഭിച്ചത്. ഡോക്ടർ ശോശാമ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ശോശാമ ഐപ്പിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? ഏതിനാണ്? ഇവിടെ ഓപ്ഷൻ ഇല്ല അല്ലെ, കാരണം മറ്റുള്ളവ എന്നതാണ് ഇവിടത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം കേട്ടോ. നമുക്ക് പത്മശ്രീ പുരസ്കാരം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോഴും പത്മശ്രീ പുരസ്കാരം പറഞ്ഞു തന്നതാണ്. 2026 പത്മശ്രീ പുരസ്കാരം കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിപ്പോ കേരളത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തില് മുത്തുനായകം കേരളത്തിൽ മാത്രം ഞാൻ പറഞ്ഞുതരാം. പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് കേരളത്തിലെ മുത്തുനായകം
അതായത് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ വിഭാഗം. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതാണ് വരിക കേട്ടോ ക്വസ്റ്റ്യൻ വരിക. കേരള പത്മശ്രീ പുരസ്കാരം ലഭിച്ച മുത്തുനായകൻ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതേപോലെ കലാമണ്ഡലം വിമല മേനോൻ. പഠിച്ചു വെക്കേണ്ട ഈ ചോദ്യം വരാൻ സാധ്യത 100% ഉണ്ട്. പഠിച്ചു വെക്കണേ. വിമല മേനോൻ ഇവര് ഡാൻസ് ആണ് കേട്ടോ. വിമല മേനോൻ ഡാൻസ് ആണ്. ഇനി കൊല്ലക്കൽ ദേവകി അമ്മ ഇവര് സോഷ്യൽ വർക്കാണ് കേട്ടോ. സാമൂഹ്യ സേവനമാണ്. സോഷ്യൽ വർക്ക് സാമൂഹ്യ സേവനമാണ് ദേവകി അമ്മ. പത്മ അവാർഡ് അവിടെ പഠിച്ചു. നമുക്ക് പിന്നെ പത്മഭൂഷൺ ആർക്കൊക്കെയാ കിട്ടിയത്? മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും അല്ലേ? പത്മഭൂഷൺ, വിഭൂഷൺ അല്ല. പത്മ പുരസ്കാരത്തിൽ ഏറ്റവും വലുതാണ് ഇത് പത്മവിഭൂഷൺ. അത് കഴിഞ്ഞിട്ട് പത്മഭൂഷൺ, അത് കഴിഞ്ഞിട്ട് പത്മശ്രീ. അപ്പൊ പത്മഭൂഷൺ ആണ് നമ്മുടെ മമ്മൂട്ടിക്കും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും കിട്ടിയിരിക്കുന്നത് കേട്ടോ. അത് അവിടെ നോക്കി വെക്കണം. പിന്നെ അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ പറയുന്നത് കേട്ടോ. ഇനി പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാ? പത്മവിഭൂഷൺ കേരളത്തിൽ നിന്ന് നമ്മുടെ VS അച്യുതാനന്ദന് കിട്ടി. പിന്നെ KT തോമസിന് കിട്ടി. പിന്നെ P നാരായണനും കിട്ടി കേട്ടോ. P നാരായണൻ. ചോദ്യം വരാം. നമ്മുടെ കേരളത്തില് പത്മവിഭൂഷൺ പുരസ്കാരങ്ങളിൽ താഴെ തന്നിട്ടുള്ളതിൽ ആർക്കാണ് ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചിട്ട് ഒരു 3 പേര് തന്നിട്ട് കൂടെ ഒരു പേരും കൂടി തന്നാൽ മതിയല്ലോ. അപ്പൊ വിഭൂഷൺ പുരസ്കാരം കേരളത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ ട്ടോ. അദ്ദേഹം സാഹിത്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് നാരായണൻ ട്ടോ. ഇനി അതേപോലെ പബ്ലിക് അഫയേഴ്സിലാണ് KT തോമസ്. പിന്നെ VS അച്യുതാനന്ദൻ നമുക്കറിയാം. നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏതു വർഷത്തിലാണ്? കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ഏതു പേരാണ്? ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏതു വർഷത്തിലാണ്? 2002 ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതെല്ലാം? ഏതാണ് വൻകര ഭൂവൽക്കത്തിൽ? വൻകര എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? സിയാൽ. അപ്പൊ സിലിക്കൺ, അലുമിനിയം അല്ലെ? സിലിക്ക ആൻഡ് അലുമിനിയം. ഇനി വൻകര പോയിട്ട് സമുദ്ര ഭൂവൽക്കം ആണെങ്കിൽ എന്തായി മാറും? സിമയായി മാറും അല്ലെ? സിമ. അപ്പൊ സിലിക്കണും മഗ്നീഷ്യം, സിലിക്കയും മഗ്നീഷ്യം. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? എക്സാം ഹാളിൽ ഇതൊന്നും കാണില്ല. വീട്ടിലെത്തുമ്പോ അല്ലാത്തതാണോ ആണോ എന്നൊക്കെ കാണും അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ബസാൾട്ട് ആണ് കേട്ടോ. ബസാൾട്ട് ആണ് അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത്. ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ഏത്? ബസാൾട്ട്. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് എന്നിവയെല്ലാം ഏതാണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഏതാണ് അവസാദ ശിലയ്ക്ക് ഉദാഹരണം? അവസാദ ശിലയ്ക്ക് ഉദാഹരണം എയും സിയും വരും ട്ടോ. മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലും. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ബസാൾട്ട് ആണ്. ബസാൾട്ട് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ക്വസ്റ്റ്യൻ ഇത് തെറ്റാണ് അല്ലേ? ക്വസ്റ്റ്യൻ തെറ്റാണ്. ഡിലീഷൻ ആണ്. PSC ഡിസംബർ 5 ആണ് വരേണ്ടത്. താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വത നിരക്ക് ഉദാഹരണം. മടക്ക് പർവ്വത നിരക്ക് ഉദാഹരണം ഏതാണ്? ഏതാണ്? ബിയും സിയുമാണ്. അറ്റ്ലസും ആൽപ്സും ട്ടോ. അറ്റ്ലസ് ആൻഡ് ആൽപ്സ് എന്തിനാണ്? മടക്ക് പർവ്വത നിരക്ക് ഉദാഹരണമാണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം നമുക്കൊക്കെ കാണാൻ, നമ്മുടെ കേരളത്തിൽ കാണാൻ സാധിക്കുന്നതാണല്ലേ? നല്ല ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് ജൂലൈ മാസത്തിൽ കനത്ത മഴ വരുമ്പോൾ പെട്ടെന്ന് ജലനിരപ്പ് വരും. ആ പ്രതിഭാസം പറയുന്ന പേരെന്താണ്? മലവെള്ളപ്പാച്ചിൽ എന്നാണ് കേട്ടോ. ഇതിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം UP ആണ്, ഉത്തർപ്രദേശാണ്. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരം അറിയപ്പെടുന്ന പേര്. 1 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാകും, 10 ലക്ഷത്തിൽ താഴെയും. ഏതാണ്? നഗരമാണ് കേട്ടോ. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം? ശരത്കാലം സെപ്റ്റംബർ ടു ഒക്ടോബർ വരെയാണ് ശരത്കാലം അനുഭവപ്പെടുന്നത്. കേരളത്തിൽ
ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല? പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഏതൊക്കെയാണ്? ലഡാക്കും അതുപോലെ സസ്കറും അല്ലെ. കാരക്കോറം, ലഡാക്ക്, സസ്കർ 3 ട്രാൻസ് ഹിമാലയത്തിൽ വരിക. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആര്? അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആര്? വില്യംസ് മൂന്നാമനാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇതിൽ ആൻസർ പ്രകാരം വിശ്വാസ് മേത്തയാണ്. 2021 കാലഘട്ടത്തിലൊക്കെ വിശ്വാസ് മേത്തയാണ്. എന്നാൽ ഇപ്പോൾ കറണ്ട് അഫെയർ നമ്മൾ പഠിക്കേണ്ടത് ആരാണ്? ബി ഹരിനായർ ആണ് കേട്ടോ. ബി ഹരിനായർ, കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബി ഹരിനായർ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്ര? VVIP വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പതാക ഫ്ലാഗ് കോഡ് പ്രകാരം 450 to 300 mm ആണ് അല്ലേ. ഇപ്പൊ ഒരു ടേബിളില് അങ്ങനെ ഓരോരോ കണക്കുണ്ട്. നമ്മള് കൊടി ഫ്ലാഗ് ഉയർത്തുന്നത് ഒരു പതാകയുടെ നീളം എത്രയായിരിക്കണം എന്നുണ്ട്. VIP വിമാനങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നുണ്ട്. VVIP വിമാനങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. ഒരു മേശയിൽ വിരിക്കേണ്ട പതാകയുടെ നീളം, അങ്ങനെ എല്ലാത്തിനും ഇതിന്റെ ഓരോ കണക്കുണ്ട് കേട്ടോ. ഇവിടെ VVIP ആണ്. അത് 450 into 300. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം. രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് ഏത് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ മതപരം പാടില്ല, മതം പാടില്ല. 28-ൽ 1 അത് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. സംസ്ഥാനങ്ങൾ കടമെടുക്കും അല്ലേ. ആ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഏതാണ് അനുച്ഛേദം? 293. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? കണ്ടോ. അപ്പൊ നമ്മൾ ഏകദേശമൊക്കെ എന്ത് ചെയ്യണം? ലിസ്റ്റുകളൊക്കെ പഠിച്ചു വെക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻമാരുടെ ലിസ്റ്റുകളൊക്കെ പഠിച്ചു വെച്ച മാത്രമേ ഇത് കഴിയുള്ളൂ. ഇതാണ് കേട്ടോ, ഇദ്ദേഹം വഹിച്ചിട്ടില്ല. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് രംഗനാഥ മിശ്ര. പിന്നെ രാജേന്ദ്ര ബാബു വന്നിട്ടുണ്ട്, വെങ്കട ചെല്ലയ്യം വന്നിട്ടുണ്ട് കേട്ടോ. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏത്? വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏത്? 8. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ്? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല എന്ന് പറയുന്നത് ഏതിനാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം? 1989 നവംബർ മാസം 20-ാം തീയതിയാണ് കേട്ടോ. 1989 നവംബർ 20. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും, അങ്ങനെ 3 പേരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കേഴ്സൺ പ്രഭു 1905. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം? നാനാ സാഹിബ് കാൺപൂരിലാണ് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് ഝാൻസി റാണി റെജിമെന്റ്. സന്താൽ കലാപം നടന്ന പ്രദേശം? സന്താൽ കലാപം നടന്ന പ്രദേശം
എവിടെയാണ് രാജ്മഹൽ കുന്നുകളിലാണ്. എവിടെയാണ്? രാജ്മഹൽ കുന്നുകളിലാണ് സന്താൽ കലാപം നടന്നത്. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധരൻ തിലകൻ ആരംഭിച്ച പത്രം മറാത്ത അല്ലെ? മറാത്ത പത്രമാണ്. വന്ദേ മാതരം എന്ന പത്രം ആരാ? ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ബൊക്കാറോ ഏതാണ് സഹായം നൽകിയ? സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോ റഷ്യ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതൊക്കെയാ പറഞ്ഞ? കബനി, ഭവാനി, പമ്പ. ഇതൊക്കെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയത് മലയാളി ആകെ KM ബീനാമോൾ മാത്രമാണ് കേട്ടോ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഏറ്റവും വലുത് ഇടുക്കി. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ്. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. അപ്പൊ നമ്മള് എത്രാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ? 9ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. എത്ര എണ്ണത്തിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടു? 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടോ? അപ്പൊ അതാണ് റിപ്പീറ്റേഷൻ എന്തായാലും വരും. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പ്രൊഫസർ KV തോമസ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949ലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിച്ചത് ശ്രീ നാരായണ ഗുരു. ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. 1936ലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹനാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ അപ്പച്ചനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അപ്പൊ ഇത് പഠിക്കണം, ഇതൊരു ചോദ്യമാണ് കേട്ടോ. എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗമാണ്? അതൊരു നാടകമാണ് കേട്ടോ. ചുവടെ തന്നിട്ടുള്ളവ C കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം. കോഴഞ്ചേരി പ്രസംഗം അല്ലെ? കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം. എത്ര വാരിയെല്ലുണ്ട് മനുഷ്യ ശരീരത്തിൽ? 24 വാരിയെല്ലുകളുണ്ട്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം കരളിൽ വെച്ചിട്ടാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? നമ്മുടെ ശരീരത്തില് കാൽസ്യത്തിന്റെ കുറവുണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ കാണിക്കും? മേൽപ്പറഞ്ഞവയെല്ലാം. നമ്മുടെ രക്തം കട്ട പിടിക്കും. പിന്നെ പേശികളെല്ലാം എന്താകും? പേശി പ്രവർത്തനങ്ങളെയൊക്കെ ബാധിക്കും. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തെയൊക്കെ ബാധിക്കും. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന. യോജിക്കാത്തതാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു. അത് ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചേ. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിനുമായി ഉണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെ? HB ലെവൽ കൂടണം എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഒക്കെ സംവഹനത്തിന് സഹായിക്കുകയുള്ളൂ. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നത് ഹീമോഗ്ലോബിനിലാണ്. അതുപോലെ ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1, 4. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടോക്കിംഗ് വാച്ചും വൈറ്റ് കെയിനും. ഇനി ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി എന്നിവ ഉപയോഗിക്കുന്നതും അന്ധരാണ്, കണ്ണ് കാണാത്തവര്. താഴെ തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനം. വെണ്ട അനാമികയാണ്. അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ അല്ലെ?
ഇതൊക്കെ എന്താണ്? വെണ്ടയുടെ ഇനമാണ്. ഉജ്ജ്വല ഇതാ പച്ചമുളകാണ് അല്ലെ. മുക്തി, അനഘ, അക്ഷയ ഇതൊക്കെ എന്താ? തക്കാളിയാണ്. മുക്തി, അനഘ, അക്ഷയൊക്കെ തക്കാളിയുടെ ഇനങ്ങളാണ്. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാനപ്പെട്ട ഉറവിടം. വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് അന്തരീക്ഷത്തിലേക്ക് ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ എത്തിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? ഏത് സ്ഥലത്തിലാണ് കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കൂടുതൽ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. വിഘാടകർ ബാക്ടീരിയ ആണ്. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ ആണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ അന്ന് കണ്ടതാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഐസോടോപ്പ് അല്ലെ, ഐസോടോപ്പ് ആണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. എന്നാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ആണെങ്കിൽ ഏതാണ്? ഐസോബാർ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി മോസ്ലി ആണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അയണിന്റെ അയിരാണ് ഹെമറ്റൈറ്റ് അല്ലെ. അയണിന്റെ അയിരാണ് ഹെമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് ഒക്കെ ഏതിന്റെ അയിരുകളാണ്? അയണിന്റെ അയിരുകളാണ്. അലുമിനിയത്തിന്റെ അയിരാണ് ഇത് ബോക്സൈറ്റ്. സിങ്കിന്റെ അയിരാണ് ഇത് കലാമിൻ. കോപ്പറിന്റെ അയിരാണ് കുപ്രൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏത്? കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും എത്ര? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നതാണ്. ഒരു ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി അത് പതനകോൺ എത്രയാണോ അതേ അളവ് തന്നെയായിരിക്കും പ്രതിപതന കോണും. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ സെയിം ആയിരിക്കും. പ്രതിപതന കോണും സെയിം ആയിരിക്കും. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതലബലം. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് സാന്ദ്രത ഏറ്റവും കൂടുതൽ. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. മാസ് പകുതി, പ്രവേഗം ഇരട്ടി. ഓക്കെ, നമ്മൾ അങ്ങനെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിങ് കഴിഞ്ഞു. 80 ക്വസ്റ്റ്യൻ പഠിച്ചു. അങ്ങനെ നമ്മൾ ഒരു 800 ക്വസ്റ്റ്യനോളം നമ്മൾ പ്രീവിയസ് 800 ചോദ്യങ്ങളോളം പഠിച്ചു. അപ്പൊ ഇങ്ങനെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വരും. ഒരു 10 to 11 ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരും. 21 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് പോകണം. ഇതിനു മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് പെട്ടെന്ന് അർജന്റ് ആയിട്ട് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ മതി. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളവും GKയും ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണുക. പിന്നെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് LGS ലക്ഷ്യം വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് അടിപൊളി ഷോർട്ട് ഷർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഓരോരോ സെക്ഷൻ ഡെയിലി തരുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താഴെ കമന്റുകൾ ഇടുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. താങ്ക് യു.